ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിന് പിന്നാലെ അയൽരാജ്യമായ ബംഗ്ലാദേശും നിർണായകമായ ഒരു ചുവടുവെപ്പിനൊരുങ്ങുകയാണ്. ഫെബ്രുവരി 9 വാഷിംഗ്ടണിൽ വെച്ച് ബംഗ്ലാദേശും അമേരിക്കയും തമ്മിൽ അതീവ രഹസ്യമായ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടക്കാല സർക്കാർ ഇത്തരമൊരു സുപ്രധാന തീരുമാനമെടുത്തത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള കരാറിലൂടെ US വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന മുൻഗണന ബംഗ്ലാദേശിന്റെ കയറ്റുമതി മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഈ നീക്കത്തിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് അനുകൂലമായ വ്യാപാര പ്രഖ്യാപനമുണ്ടായത്. ഇതനുസരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന 50% വരെയുള്ള ഉയർന്ന ഇറക്കുമതി നികുതി 18% കുറച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാം എന്നതടക്കമുള്ള ഉഭയകക്ഷി ധാരണകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം. ഈ തീരുമാനം ഇന്ത്യൻ വസ്ത്രവ്യാപാര മേഖലയ്ക്കും IT മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുന്നതാണ്. എന്നാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. നിലവിൽ ബംഗ്ലാദേശിന്റെ വസ്ത്രങ്ങൾക്ക് അമേരിക്കയിൽ 20% നികുതിയാണ് ഈടാക്കുന്നത്. ഇന്ത്യയുടെ നികുതി 18% കുറയുന്നതോടെ ആഗോള വിപണിയിൽ ബംഗ്ലാദേശിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ റെഡിമെയ്ഡ് ഗാർമെന്റ് മേഖലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കരുത്താർജിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശും തങ്ങളുടെ നികുതി 15% എത്തിക്കാനുള്ള ധൃതി പിടിച്ച നീക്കങ്ങൾ നടത്തുന്നത്. ബംഗ്ലാദേശ് ഒപ്പുവെക്കാൻ പോകുന്ന ഈ കരാറിനെ രഹസ്യ കരാർ എന്ന് വിളിക്കാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇതിലെ വ്യവസ്ഥകൾ പൊതുജനങ്ങളോ വ്യവസായ പ്രമുഖരോ അറിയാത്ത വിധം അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത്തരം കരാറുകൾ ഒപ്പുവെക്കുന്നതിന് മുമ്പ് അതിൻ്റെ കരട് രൂപം പാർലമെന്റിലോ ബന്ധപ്പെട്ട സംഘടനകളിലോ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഈ കരാറിനായി ഇരു രാജ്യങ്ങളും ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇതിലൂടെ കരാറിന്റെ ഉള്ളടക്കം പുറത്തുവിടില്ലെന്ന് ബംഗ്ലാദേശ് സർക്കാർ ഉറപ്പു നൽകുന്നു. രണ്ടാമത്തെ ഘടകം ഇതിന്റെ സമയക്രമമാണ്. ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു കാവൽ സർക്കാർ എന്ന നിലയിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വരാനിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ബാധിക്കുന്ന ഇത്രയും വലിയ സാമ്പത്തിക ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ പത്രമായ പ്രഥം ആലോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ സുതാര്യതയില്ലായ്മയെ വലിയ തോതിൽ വിമർശിക്കുന്നു. ബംഗ്ലാദേശിലെ വ്യവസായ പ്രമുഖർ ഈ നീക്കത്തിൽ അസ്വസ്ഥരാണ്. ബംഗ്ലാദേശ് ഗാർമെന്റ് മാനുഫാക്ചേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ഇനാമുൽ ഹഖ് ഖാൻ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. ഇത്രയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു കരാർ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ സർക്കാർ തീരുമാനിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കരാറിൽ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ ബംഗ്ലാദേശിന്റെ ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധത്തെ ബാധിക്കുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കണമെന്നും അമേരിക്കൻ പ്രതിരോധ ഉപകരണങ്ങൾ കൂടുതൽ വാങ്ങണമെന്നുമുള്ള സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് രാജ്യത്തിന്റെ വിദേശ നയത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ബംഗ്ലാദേശിന്റെ ഈ പുതിയ നീക്കം വെറുമൊരു വ്യാപാര കരാർ മാത്രമല്ല, മറിച്ച് ഒരു ഭൗമ രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കുറയ്ക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇന്ത്യയുമായുള്ള കരാറിലൂടെ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയാക്കി മാറ്റിയ അമേരിക്ക ബംഗ്ലാദേശിനെയും തങ്ങളുടെ പക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിന് നൽകുന്ന നികുതി ഇളവുകൾക്ക് പകരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവയ്ക്ക് ബംഗ്ലാദേശ് വിപണി തുറന്നു കൊടുക്കേണ്ടി വരും. കൂടാതെ അമേരിക്കൻ കാറുകൾക്ക് ബംഗ്ലാദേശിൽ പ്രത്യേക പരിശോധനകളില്ലാതെ പ്രവേശനം നൽകണമെന്ന ആവശ്യവും അമേരിക്ക ഉയർത്തുന്നുണ്ട്. ഇതിലൂടെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയിൽ അമേരിക്കൻ ആധിപത്യം വർദ്ധിക്കാനും ചൈനീസ് നിക്ഷേപങ്ങൾക്കുള്ള താൽപ്പര്യം കുറയ്ക്കാനും സാധ്യതയുണ്ട്. ബംഗ്ലാദേശ് ഓരോ വർഷവും ഏകദേശം $6 ബില്യൺ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ കേവലം $2 ബില്യൺ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് തിരികെ ഇറക്കുമതി ചെയ്യുന്നത്. ഈ വ്യാപാര കമ്മി നികത്തുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ നികുതി 15% കുറയ്ക്കുന്നതിലൂടെ ബംഗ്ലാദേശിന്റെ വസ്ത്രവ്യാപാര മേഖലയ്ക്ക് താൽക്കാലിക നേട്ടം ലഭിക്കുമെങ്കിലും കരാറിലെ മറ്റ് നിബന്ധനകൾ ഈ ലാഭത്തെ ഇല്ലാതാക്കുമോ എന്ന് സാമ്പത്തിക വിദഗ്ധർ സംശയിക്കുന്നു. ഉദാഹരണത്തിന്, ഔഷധ നിർമ്മാണ മേഖലയിൽ അമേരിക്കയിലെ പേറ്റന്റ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കേണ്ടി വന്നാൽ അത് ബംഗ്ലാദേശിലെ മരുന്ന് വിലയെ വർദ്ധിക്കാൻ കാരണമായേക്കാം. ബംഗ്ലാദേശ് ചരിത്രപരമായ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഇന്ത്യയെപ്പോലെ ഒരു വലിയ വിപണിയോട് മത്സരിക്കാൻ അമേരിക്കയുമായി കൈകോർക്കേണ്ടത് അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ, രാജ്യത്തിന്റെ പരമാധികാരവും വിദേശ നയവും പണയം വെച്ചുകൊണ്ടുള്ള രഹസ്യ നീക്കങ്ങൾ അപകടകരമാണെന്ന് മറ്റൊരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ഫെബ്രുവരി 9 വാഷിംഗ്ടണിൽ എന്ത് സംഭവിക്കുമെന്നും അത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സുതാര്യതയും ജനാധിപത്യപരമായ ചർച്ചകളും ഇല്ലാത്ത ഇത്തരം കരാറുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമാകുമോ എന്നത് ഗൗരവകരമായ ചിന്ത ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.